HR-ലും റിക്രൂട്ട്മെന്റ് ടീമിന്റെ കൂടെയും വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു 1500 വേർഡ്സിന്റെ ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ സ്പെസിഫിക്കേഷൻസ് അതെല്ലാം നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് UK-ലെ NHS ജോബ്സിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഇപ്പം യൂട്യൂബിലുണ്ട് NHS ജോബിനെ പറ്റി, എങ്ങനെയാണ് കിട്ടുക, ആപ്ലിക്കേഷൻ, ഇൻ്റർവ്യൂ എല്ലാം ഉണ്ട്. പക്ഷെ ഞാനും ഇപ്പം കറൻ്റ്ലി NHS-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ നോളജ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് NHS-ൽ അസസ്മെൻറ്റ് ഓഫീസർ എന്നാണ് എൻ്റെ പൊസിഷൻ്റെ പേര്. അപ്പം ഞാൻ നേരത്തെ സ്റ്റുഡൻറ്റ് പീരീഡിൻ്റെ സമയത്ത് ഞാൻ NHS-ൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ NHS-ലെ അല്ലെങ്കിൽ ട്രസ്റ്റ് ബേസ്ഡ്, ഹോസ്പിറ്റൽ ബേസ്ഡ്, അത് ഹോസ്പിറ്റലിനുള്ളിലെ ക്ലിനിക്കലാണെങ്കിലും നോൺ ക്ലിനിക്കലായിട്ടുള്ള ജോലികളൊക്കെ തന്നെയാണെങ്കിലും അത് അപ്ലൈ ചെയ്യേണ്ടത് ട്രാക്ക് ത്രൂ ആണ്. അപ്പം അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ അറിയാം. ഞാൻ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ മെയിൻലി അപ്ലൈ ചെയ്യുന്ന ട്രാക്ക് ത്രൂ ആണ്. ചില ജോലികൾ സ്റ്റിൽ ഇപ്പോഴും NHS ജോബ്സ് എന്ന് പറഞ്ഞ സൈറ്റിൽ കൂടെ തന്നെയാണ് കുറച്ച് ജോലികളൊക്കെ സ്റ്റിൽ അഡ്വർടൈസ് ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും ഒക്കെ NHS ജോബ്സ് കൂടിയാണ്. പക്ഷെ മെയിൻലി ട്രാക്ക് ജോബ്സ് കൂടിയാണ് അപ്ലൈ ചെയ്യുക. പിന്നെ എല്ലാവർക്കും തന്നെ NHS-ൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞത് വലിയൊരു ആഗ്രഹമാണ്. കാരണം NHS-ൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ NHS ജോലി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ഒരു പറയാൻ തന്നെ നമുക്കൊരു അഭിമാനമുള്ള കാര്യമാണ് NHS-ൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി പേര് ട്രൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒത്തിരി പേര് പറയാറുണ്ട് അപ്ലൈ ചെയ്തു എന്നാലും കിട്ടത്തില്ല, എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല, ഫീഡ്ബാക്ക് കിട്ടത്തില്ല. പിന്നെ മിക്കതിൻ്റെയും ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്നുള്ള മെയിൽ മാത്രമേ വരത്തുള്ളൂ. ചിലപ്പോൾ അവർ ഫീഡ്ബാക്ക് തരണമെന്നില്ല. പക്ഷെ നമുക്ക് ഫീഡ്ബാക്ക് അവർക്ക് സെപ്പറേറ്റ് മെയിൽ അയച്ച് ചോദിക്കുകയാണെങ്കിൽ ചില ട്രസ്റ്റുകളൊക്കെ ഫീഡ്ബാക്ക് തരും. അപ്പം ഞാനിപ്പം NHS-ൽ അസസ്മെൻറ്റ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അസസ്മെൻറ്റ് ഓഫീസറായിട്ട് ഞാൻ NHS-ൻ്റെ ബിസിനസ് സർവീസസ് അതോറിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ബോഡിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 2 months സെക്കൻഡ്മെൻറ്റ് ജോലിയായിട്ട് ഞാൻ HR-ലും റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ കൂടെയും വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതലും ഈ ആപ്ലിക്കേഷൻസ് ഇടുന്നതും ഇത് സോർട്ട് ചെയ്യുന്നതിനെ പറ്റിയും ഇതിൻ്റെ ഒരു ബാക്ക് വശം എങ്ങനെയാണെന്ന് കുറച്ചും കൂടെ മനസ്സിലായത് ഞാൻ എൻ്റെ സെക്കൻഡ്മെൻറ്റ് ജോലി ചെയ്തപ്പോഴാണ്. ഈ ആപ്ലിക്കേഷൻസ് വരുന്നതും സോർട്ട് ചെയ്യുന്നതും ഒക്കെ ഓരോ ട്രസ്റ്റ് അനുസരിച്ചും ഒക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം ചിലർ ചോദിക്കും, ഓക്കെ ഇത് ഫുള്ള് നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് AI ത്രൂ ആണോ സോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഓരോ ട്രസ്റ്റ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചില ട്രസ്റ്റുകൾ ATS യൂസ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻസ് സോർട്ട് ചെയ്യുക. എന്നാൽ ചിലർ ഫുള്ള് ഇരുന്ന് വായിക്കുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ട്രസ്റ്റുകളും ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിലാണെങ്കിൽ NHS ബിസിനസ് സർവീസസ് അതോറിറ്റിയിലാണെങ്കിൽ കൂടുതലും അവർ എല്ലാ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ടിങ് ഇൻഫർമേഷനും ഇരുന്ന് വായിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ വേറെ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവിടെ ATS ത്രൂ ആണ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രസ്റ്റ്. പിന്നെ എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എല്ലാം ഇട്ടിട്ടും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് കാര്യം, ലൈക്ക് നമ്മൾ ഒരു ജോബ് ആഡ് എടുക്കുമ്പം ഒരു NHS-ൻ്റെ ഒരു ട്രാക്ക് ത്രൂവോ അല്ലെങ്കിൽ ഹെൽത്ത് ജോബ്സിൽ കൂടി നമ്മളൊരു ജോബ് എടുക്കുമ്പോൾ അതിൻ്റെ ആഡ് എടുക്കുമ്പോൾ അതിൻ്റെ താഴത്ത് നമുക്ക് കുറച്ച് 2-3 ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകും. അത് JD-യും പേഴ്സൺ സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷനും പേഴ്സൺ സ്പെസിഫിക്കേഷനുമാണ്. അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ ഇൻഫർമേഷനും ടീമിൻ്റെ ഇൻഫർമേഷനും ഒക്കെ ഉള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അത് ഫുള്ള് നമ്മൾ വായിച്ച് എന്നിട്ട് വേണം നമ്മളൊരു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എഴുതാനായിട്ട്. ഇനി നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ആക്ടിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 1500 വേർഡ്സിൻ്റെ ഒരു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എഴുതാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് മാക്സിമം വേർഡ്സ് 1500 ആണെങ്കിൽ നമുക്ക് അത്ര എഴുതാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ യൂഷ്വലി ആൾക്കാർ മടിയായിട്ട് ഒരു 100 വേർഡ്സ് അല്ല 500 വേർഡ്സിൽ ഇത് നിർത്തും. പക്ഷേങ്കിൽ നമ്മൾ എങ്ങനെ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പേഴ്സൺ സ്പെസിഫിക്കേഷൻസ് അതെല്ലാം നമ്മളെങ്ങനെ എസെൻഷ്യൽ ക്രൈറ്റീരിയയും ഡിസൈറബിൾ ക്രൈറ്റീരിയ ഒക്കെ നമ്മളെങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്ന് നമ്മളെ തന്നെ കാണിക്കാനുള്ളൊരു സ്പേസാണ്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സ്ഥലത്തുനിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അടുത്ത ജോലി കിട്ടിക്കഴിഞ്ഞാലൊന്നും നമുക്കത് സോർട്ട് ചെയ്ത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആവത്തില്ല. സോ അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നാട്ടിലൊക്കെ ചിലപ്പം കുറേ എക്സ്പീരിയൻസ് അധികം ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷേ UK എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ലോവർ ബാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഒരു ബാൻഡ് 5, 6, 7 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് തീരെ കുറവാണ്. കാരണം ഓൾറെഡി ആ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന
ഒരു ബാൻഡ് 4-ലും 5-ലും ഒക്കെ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂഷ്വലി അവരെ കുറച്ചുകൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട് നമ്മളെക്കാട്ടിൽ. പിന്നെ ഞാൻ HR അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടത് ഇപ്പം ഒരു പോസ്റ്റിനാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു 19 ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടാവും എന്ന് വിചാരിക്കും. 19 ഒന്നും അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഒരു 700 ആപ്ലിക്കേഷൻസ് ഒരു ജോലിക്ക് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ അത്രയും നല്ല ആപ്ലിക്കേഷൻ ഇട്ടാലേ ഈ 700-ൽ നിന്ന് നമ്മൾ സോർട്ട് ആവത്തുള്ളൂ. സോ സപ്പോർട്ടിങ് ഇൻഫർമേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് അവർ നമ്മൾ എടുക്കണം എന്നുള്ളത് നമ്മൾ ആ സപ്പോർട്ടിങ് ഇൻഫർമേഷനിലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കാണിക്കേണ്ടത്. കാരണം റിക്രൂട്ടേഴ്സിന് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും നമ്മൾ കാണത്തില്ല, അവർ കാണത്തില്ല. റിക്രൂട്ടേഴ്സ് ആകെ കാണുന്നത് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ മാത്രമാണ്. അപ്പം നമ്മളൊരു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എഴുതുമ്പം JDയും പേഴ്സണൽ സ്പെസിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അതിനകത്ത് കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. സോ ഇതിന് ഈ സപ്പോർട്ടിങ് ഇൻഫർമേഷനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. സോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാവും. അപ്പം അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ വായിക്കുന്ന ഒരാളായിരിക്കത്തില്ല, ചിലപ്പോൾ 2 പേരായിരിക്കാം, ചിലപ്പോൾ 3 പേരായിരിക്കാം. എന്നിട്ട് ഓരോ ആൾക്കാരും ഓരോ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പം അതിനവർ പോയിന്റ്സ് ഇടും. അപ്പോൾ സ്കോറിങ്ങിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വരുന്ന ആൾക്കാരെ പൈലിലേക്ക് മാറ്റും, പല പല പൈൽസിലേക്ക് മാറ്റും. അങ്ങനെ ആ ഹയസ്റ്റ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുക. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് നമ്മൾ എത്രത്തോളം നന്നായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് ഇടത്തുള്ളൂ. ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഹോസ്പിറ്റൽസ്, ട്രസ്റ്റ്, ഇങ്ങനത്തെ ആ ഒരു ഓപ്ഷൻസ് മാത്രമല്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പല ഇപ്പോൾ UK-ലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരുപാട് ബോഡീസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NHS ഇംഗ്ലണ്ട്, അതിപ്പം എടുത്ത് കളഞ്ഞു എങ്കിലും NHS ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു. പിന്നെ NHS ബിസിനസ് സർവീസസ് അതോറിറ്റി, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ്, NHS കൗണ്ടർ ഫ്രോഡ് അതോറിറ്റി, NHS റെസല്യൂഷൻ, പിന്നെ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി, പിന്നെ മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി, പിന്നെ ഹ്യൂമൻ ടിഷ്യൂസ് അതോറിറ്റി, ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോളജി അതോറിറ്റി. ഇങ്ങനെ കുറേ ഏജൻസീസും പബ്ലിക് ബോഡീസും ഉണ്ട്. അപ്പം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ഇപ്പം NHS-ലെ ഈ ബേസിക് ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ NHS ട്രാക്ക് ത്രൂ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ മറ്റ് ഈ പബ്ലിക് ബോഡികളിലേക്കുള്ള കരിയറിന് വേണ്ടിയിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ്ലി അവരുടെ കരിയർ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവും. പക്ഷെ കുറച്ചുകൂടെ സീനിയർ പോസ്റ്റുകളായിരിക്കാം. ബട്ട് യു കെൻ സ്റ്റിൽ നമുക്കതിന് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ ബേസിക്കലി പറയാനുള്ളത്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആപ്ലിക്കേഷൻസ് ഇടുമ്പം ബേസിക്കലി നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷനാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മൾ നോക്കേണ്ടത്. അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് തന്നെ അടുത്ത ജോലിക്ക് ഇട്ടുകഴിഞ്ഞാലൊന്നും ശരിയാവത്തില്ല. നല്ലപോലെ വർക്ക് ചെയ്ത് തന്നെ ചെയ്യണം. സോ ഞാൻ NHS-ൻ്റെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് ഇടുന്നതെന്നും അതിൻ്റെ സപ്പോർട്ടിങ് ഇൻഫർമേഷനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ നിങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.